കെ എം ആന്റണി, ഇത് പോലീസ് സേനയ്ക്ക് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഒരു ഡിവൈഎസ്പി ആണ് ഇത്തരത്തിൽ ഗുണ്ടയുടെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ആ വീട്ടിലിരിക്കുന്നത്. ഇതൊരു പക്ഷെ പുറത്തു വരില്ലായിരുന്നു. ഈ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി ഇന്നലെ SI അങ്ങോട്ടേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇത് പുറത്തു വരില്ലായിരുന്നിരിക്കാം. തീർച്ചയായിട്ടും അനുജയ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പോലീസിലെ ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതും അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളം മൊത്തം അറിയുന്ന ഒരു 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 ക്രിമിനലിന്റെ അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ സൽക്കാരത്തിൽ പങ്കെടുക്കാനോ വീട്ടിൽ സന്ദർശിക്കുവാനോ പോകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ചും ഈ 2-3 ആഴ്ചയായിട്ട് ഗുണ്ടകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും വാർത്താ മാധ്യമങ്ങളിലും ജനങ്ങളിലും ഭീതി ഉളവാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അധ്വാനിക്കുന്ന അല്ലെങ്കിൽ രാവും പകലും ഒരുപോലെ അധ്വാനിക്കുന്ന പോലീസ് സേനയിലെ ഓരോ അംഗത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അപമാനം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു ചെയ്തിയാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നാട്ടുനടപ്പാണോ ശ്രീ കെ എം ആന്റണി? ഇപ്പോൾ വിരമിക്കുന്നതിന് ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കെ, 3 നാൾ മാത്രമാണ് വിരമിക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ വിരമിക്കുന്നതിന്റെ ഭാഗമായി ഗുണ്ട സൽക്കാരം നടത്തുകയാണ്. ഇതൊക്കെയാണോ നാട്ടുനടപ്പ്? ഇയാൾ പറഞ്ഞപ്പോൾ അവർ പോയി എന്നുള്ളതായിരിക്കാം. എന്താ അറിഞ്ഞുകൂടാ അവരുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. എന്തു തന്നെ ആയിരുന്നാലും ഇത് യാതൊരു കാരണവശാലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇളവനുവദിക്കാനോ പാടില്ലാത്ത ഒരു വലിയ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരു പ്രധാന ഗൗരവമുള്ള ഒരു അച്ചടക്ക ലംഘനമായിട്ട് തന്നെയാണ് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് സേനയിൽ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെന്ന് ഇടപെടാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കപ്പെടുവാനോ പാടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഓഫീസർമാർ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും അങ്ങനെയുള്ള ഏജൻസികൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇത് ഇന്നലെ ഒരു സബ് ഇൻസ്പെക്ടർ അങ്കമാലിയിൽ ഒരു റെയ്ഡ് നടത്തുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു റെയ്ഡ് വരില്ല എന്നുള്ള ഉറപ്പിലായിരിക്കാൻ ചിലപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പോയിരിക്കുന്ന ആ സ്ഥലത്തേക്ക്.